യുക്രൈനിൽ നടക്കുന്നത് മോദി യുദ്ധം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ നടപടിയെ വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ വിമർശിക്കുന്നത് ഇങ്ങനെയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ യുദ്ധത്തിന് ഇന്ത്യ സഹായം നൽകുകയാണെന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വഴി മോസ്കോയുടെ സൈനിക ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുമാണ് നവാരോയുടെ പ്രസ്താവന. ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന പണം മുഴുവൻ റഷ്യ യുദ്ധത്തിനാവശ്യമായ യന്ത്രങ്ങളും മറ്റും വാങ്ങാനാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ അഹങ്കാരികളാണെന്ന് കൂടി പറയുന്നുണ്ട് നവാരോ. എവിടെ നിന്നും ഞങ്ങൾക്ക് എണ്ണ വാങ്ങാം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നും അത് തങ്ങളെ അലട്ടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഇന്ത്യക്കുള്ള ശിക്ഷയായാണ് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഇപ്പോഴത് തിരിച്ചടിക്കുകയാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നികുതി വിഷയത്തിൽ ട്രംപിന്റെ തന്ത്രങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കില്ല. രാജ്യം പ്രാധാന്യം നൽകുന്നത് നേട്ടങ്ങൾ നൽകുന്ന കാര്യങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് അധികൃതർ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ റഷ്യൻ ഇടപാടുകളിൽ കലിപൂണ്ട ട്രംപ് 25% അധിക നികുതി ചുമത്തി തളർത്താൻ നോക്കിയിട്ടും ഇന്ത്യക്കൊരു കുലുക്കവും ഇല്ലാത്തതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US നികുതി ഇപ്പോൾ 50%. US-ന്റെ നികുതി ഭീഷണിക്കിടെ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങൽ കുറച്ചെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ വലിയ തോതിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നുണ്ടെന്നാണ് അമേരിക്കയടക്കം പറയുന്നത്. ഡിസ്കൗണ്ട് നിരക്കുകളിൽ ലഭിക്കുന്ന റഷ്യൻ ഓയിൽ ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സാമ്പത്തിക ലാഭവും നൽകുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതോടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യൻ ഓയിലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഓയിലിന്റെ വിലയും കുറഞ്ഞു. ഈ അവസരം നന്നായി മുതലാക്കിയത് ഇന്ത്യയാണ്. 2021 റഷ്യൻ ഓയിൽ ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ 2% മാത്രമായിരുന്നെങ്കിൽ 2024-25 അത് 36% ഉയർന്നു. ദിവസേന 1.8 മില്യൺ ബാരൽ റഷ്യൻ ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. താരിഫ് ഭീഷണി ഉയർത്തിയിട്ടും നടപ്പാക്കിയിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് ക്ഷീണം തന്നെയാണ്. യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധത്തെ മോദി യുദ്ധമെന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ കടന്നാക്രമിച്ചതും ഇതിന്റെ ഭാഗമായാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അതിന്റെ പേരിൽ US ചുമത്തിയിരിക്കുന്ന 25% പിഴച്ചുങ്കത്തിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷപ്പെടാമെന്നാണ് നവാരോ പറയുന്നത്. യുക്രൈനിൽ സമാധാനം പുലരാനുള്ള വഴി ഭാഗികമായി ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നവാരോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അന്ന് യുക്രൈൻ യുദ്ധം തീരും. പിന്നീട് യുദ്ധത്തിലിറക്കാൻ പുടിന്റെ കയ്യിൽ പണമുണ്ടാകില്ല എന്നതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നികുതി സംഘർഷം കൂടുതൽ വഷളാവുകയാണ്. ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിൽ നികുതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ നേരത്തെ തന്നെ US-നെ സമീപിച്ചിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസൺ പറഞ്ഞു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യ ഇപ്പോൾ ലാഭം കൊയ്യുന്ന വിഷയവും ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും ബൈസൺ പറഞ്ഞു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിക്കേണ്ടി വരുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും US ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ത് സംഭവിച്ചാലും ഒന്നിച്ചേ മതിയാവൂ എന്നാണ് സ്കോട്ട് ബൈസൺ പറയുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കാത്ത പക്ഷം ശിക്ഷാപരമായ തീരുവ നിലപാട് US മയപ്പെടുത്തില്ലെന്ന് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ട്രംപും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പറയുന്നുണ്ട്. സമാധാന കരാർ ഉറപ്പാക്കുന്നതിനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനും വേണ്ടി റഷ്യയ്ക്കുമേൽ US ചെലുത്താൻ ശ്രമിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമാണിതെന്നാണ് അവകാശവാദം. എന്നാൽ ട്രംപിന്റെ ഈ നയം തിരിച്ചടിക്കാനുള്ള സാധ്യതയും നിരീക്ഷകർ മുന്നിൽ കാണുന്നുണ്ട്. മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ റിച്ചർഡ് വോഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലബനൻ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയല്ല ഇന്ത്യയോട് വേണ്ടത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണിയുമായി മുന്നോട്ടു പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ വ്യത്യസ്തമായ ഒരു എതിരാളിയായിരിക്കും ട്രംപിന് നേരിടേണ്ടി വരിക എന്നും റിച്ചർഡ് വോഫ് ചൂണ്ടിക്കാട്ടി. വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായി നിർബന്ധിക്കാനാണ് US ഇന്ത്യക്കെതിരെ ആദ്യം 25% നികുതി ചുമത്തിയത്. ക്രൂഡ് ഓയിൽ വാങ്ങി റഷ്യയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് വീണ്ടും 25% കൂട്ടി. ഇന്ത്യക്കുള്ള US-ന്റെ 50% ഇറക്കുമതി തീരുവ ബുധനാഴ്ചയോടെയാണ് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ പിന്നോട്ടില്ലെന്ന നിലപാടാണ് ഇന്ത്യക്ക്. US സമ്മർദ്ദത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പറഞ്ഞിരുന്നു. പിരിമുറുക്കങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ട്രംപിന്റെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകാൻ മോദി വിസമ്മതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 4 തവണയെങ്കിലും ട്രംപ് വിളിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്.
US-ന്റെ 50% തീരുവ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെയും വിതരണ ശൃംഖലയെയും ഹ്രസ്വകാലത്തേക്കെങ്കിലും കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചൈന റഷ്യയിൽ നിന്ന് 47% ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യമാക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനങ്ങളും ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. യൂറോപ്പ് റഷ്യൻ ഗ്യാസ് വാങ്ങുന്നുണ്ട്, അവർക്ക് പക്ഷേ താരിഫില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് മോദി. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നയങ്ങൾ ഒടുക്കം US-ന് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്.